നിലപാടിൽ ഉറച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും സമുദായത്തിനു വേണ്ടി ഇനിയും പറയുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. സംഘടിത സമുദായങ്ങൾ വളർന്ന് പന്തലിച്ചപ്പോൾ ഈഴവ സമുദായം താഴേക്ക് പോയി. കോലമല്ല തന്നെ കത്തിച്ചാലും അഭിപ്രായത്തിൽ നിന്ന് മാറില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മുസ്ലിം വിരോധിയാക്കിയെന്നും കേരളത്തിൽ അജയ്യ ശക്തിയായ മുസ്ലിം സമുദായം ഗർജിച്ചാൽ മുട്ടുവിറയ്ക്കുന്ന സ്ഥിതിയാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 30 വർഷം പൂർത്തിയാക്കിയതിന് കൊച്ചി യൂണിയൻ വെള്ളാപ്പള്ളിയെ ആദരിച്ച ചടങ്ങിലായിരുന്നു ഈ തുറന്നു പറച്ചിൽ. ഞാൻ ഒരു സമുദായത്തിനെതിരല്ല, പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെയും പറയും. എൻ്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്ത് കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ഗൗതം അനന്തനാരായണനും ചേരുകയാണ്. ആദ്യം ജിജീഷിലേക്ക് എത്തുമ്പോൾ, ജിജീഷ്, നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കാരണം കാന്തപുരം എന്ത് പറഞ്ഞാലും അത് സമുദായത്തിന് വേണ്ടി ഇനിയും താൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും തനിക്ക് ആരെയും ഭയമില്ല എന്നും വെള്ളാപ്പള്ളി സധൈര്യം പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്നും പറഞ്ഞിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ദേവിക, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. അത് സംഘടിത മതവിഭാഗങ്ങൾക്കും സമുദായങ്ങൾക്കും മുന്നിൽ അടിയറവ് ഇറക്കുന്ന സർക്കാർ സംവിധാനങ്ങളെയായിരുന്നു അവിടെ രൂക്ഷമായി വിമർശിച്ചത് എങ്കിൽ തൻ്റെ നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം തന്നെ പറഞ്ഞത്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, സമുദായത്തിൻ്റെ ശക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി വാദിക്കുമ്പോൾ തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയെങ്കിൽ താൻ ആ ഒരു മുദ്രകൊത്തൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. എന്നാൽ ഇനിയും നിശബ്ദരായിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, സംസാരിക്കാൻ തന്നെയാണ് സമുദായത്തിന് വേണ്ടി എന്ന കാര്യം അദ്ദേഹം പറയുന്നു. മതപണ്ഡിതർ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഇവിടെ വിലയുള്ളൂ, ഏതെങ്കിലും തരത്തിൽ മതപണ്ഡിതർ എന്തെങ്കിലും പറയുന്ന കാര്യത്തിന് മാത്രമാണ് വിലയുള്ളതും എന്ന കാര്യമാണ് പറയുന്നത്. എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെ ഒരു മതവിഭാഗം ഇടപെട്ട് അതിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു, മതത്തിൻ്റെ പേരിൽ ഇടപെട്ട് വെല്ലുവിളിക്കുകയാണ് എന്ന വാക്കാണ് കൃത്യമായി തന്നെ വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഉയർത്തുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് സുംബ നൃത്തവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ സ്കൂൾ സമയമാറ്റക്രമവുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെയായിരുന്നു വലിയ വിമർശനങ്ങൾ. ഒന്ന് കാന്തപുരത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത് എങ്കിൽ മറ്റൊന്ന് സമസ്തയുടെ ഭാഗത്ത് നിന്നായിരുന്നു അത്തരത്തിലുള്ള ഇടപെടലുകളും അത് തടസ്സപ്പെടുത്താനുള്ള നീക്കവും എല്ലാം തന്നെ ഉണ്ടായത്. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി തന്നെ കാന്തപുരം എന്ത് കുന്തമെടുത്ത് എറിഞ്ഞാലും തനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും ഞാൻ പറയേണ്ടത് പറയുന്നതിന് തനിക്ക് ആരെയും ഭയമില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അവിടെ ആ വേദിയിൽ വാസവനടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്ന വേദിയാണ്. അവിടെ വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഈ ഒരു കാര്യങ്ങൾ മയപ്പെടുത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മയപ്പെടുത്താൻ, സർക്കാരിനെതിരായ നിലപാടുകളിൽ എല്ലാം മയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയും VN വാസവൻ അദ്ദേഹത്തെ വാനോളം ആ വേദിയിൽ വെച്ച് പുകഴ്ത്തുകയും എല്ലാം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും താൻ പറയാനുള്ളത് ആവർത്തിച്ച് പറയും. തൻ്റെ നിലപാട് കൃത്യമാണ്. അത് സംഘടിത മതവിഭാഗത്തിന് വേണ്ടി പ്രീണന രാഷ്ട്രീയം കളിക്കുന്ന സർക്കാരിനെതിരാണ്, സംവിധാനങ്ങൾക്കെതിരാണ്, രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരാണ് എന്ന് കൃത്യമായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. താൻ ഒരു കസേരയ്ക്കും വേണ്ടി നോട്ടമിട്ടിട്ട് ശ്രമിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് തനിക്ക് ആരെങ്കിലും മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതോ ആർക്കെങ്കിലും മുന്നിൽ കീഴ്പ്പെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം തനിക്കില്ല. മറിച്ച് താൻ ഇരിക്കുന്ന കസേരയിൽ, ആ കസേരയിൽ കാലങ്ങളായി ഇരിക്കുന്ന ആളാണ്. ആ കസേരയിൽ ഇരിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ അവർക്ക് വേണ്ടിയാണ് താൻ ശബ്ദമുയർത്തുന്നത്. ആ ശബ്ദം ഇനിയും തൻ്റേതായി ഉയരുക തന്നെ ചെയ്യുമെന്ന കാര്യം വെള്ളാപ്പള്ളി നടേശൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സംഘടിത സമുദായങ്ങൾ വളർന്നു പന്തലിച്ചപ്പോൾ ഈഴവ സമുദായം താഴേക്ക് പോയി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസംഗത്തിൽ പറഞ്ഞത്. അതിൻ്റെ പേരിൽ തൻ്റെ കോലം ആരെങ്കിലും കത്തിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ തന്നെ കത്തിക്കാൻ ശ്രമിച്ചാലും ആ കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറയുന്നുണ്ട്. മലപ്പുറത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുസ്ലിം വിരോധിയാക്കുകയാണ്. മലപ്പുറത്തിൻ്റെ വിഷയം പറഞ്ഞത് അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ് തൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ മുന്നോട്ട് വെച്ചത്, താൻ പറയാൻ ശ്രമിച്ചത്. ആ വസ്തുത ഇങ്ങനെ പറയുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിമർശനത്തിന് വിധേയനാകുന്നത്, തന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്ന കാര്യം അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്താണ് ഒരു വിഭാഗം ഇത്തരത്തിൽ എതിർക്കുന്നത് എന്ന കാര്യമാണ് മറ്റൊരു അവസരത്തിൽ അല്ലെങ്കിൽ ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത്. മറ്റ് സംഘടിത
വിരുദ്ധ ശക്തികൾ മതം പറഞ്ഞ് വോട്ട് പിടിക്കുമ്പോൾ അവർക്ക് വോട്ട് കുത്തുന്ന യന്ത്രങ്ങൾ മാത്രമായി ഈഴവ സമുദായം മാറുന്നു എന്ന കാര്യം വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂനപക്ഷം ഭൂരിപക്ഷമായി, കാരണം നേരത്തെ ഹിന്ദു ഐക്യവേദിയും വിശ്വഹിന്ദു പരിഷത്തും എല്ലാം ഉയർത്തിയ പല വിഷയങ്ങളും അത് വെള്ളാപ്പള്ളി നടേശനിലൂടെ ഒരിക്കൽ കൂടി പുറത്തേക്ക് വരുന്നു എന്നത് തന്നെയാണ് വളരെ മുൻപും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം മറ്റ് സമുദായങ്ങളെ അല്ലെങ്കിൽ മറ്റ് വിഭാഗക്കാരെ ഒന്നും സർക്കാർ കാണുന്നില്ല, മുസ്ലിം സമുദായത്തിന് മാത്രം കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് അദ്ദേഹം വളരെ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു.